ഇത് വിക്കിൻ്റെ സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ഇവർക്ക് ഹലോവീൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വിക്കി നമ്മൾക്ക് ഇങ്ങനെ അവനിഷ്ടം സൂപ്പർമാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൂപ്പർമാൻ്റെ കോസ്റ്റ്യൂം അന്ന് നമ്മൾക്ക് കിട്ടിയില്ലായിരുന്നല്ലോ കടയിൽ പോയപ്പം. പിന്നെ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇട്ടിട്ട് അവനിങ്ങനെ ക്ലാസ്സിൽ എല്ലാവരും ഇതുപോലെ ഓരോരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വിക്കിക്കൂട്ടൻ ഇപ്പോൾ സൂപ്പർമാൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയാണ് അല്ലേ? Hi, it's me. I like the way you decorated your bath. Your little sign there. പിന്നെ ഇവരുടെ ടീച്ചേഴ്സ് ഇവർക്ക് എല്ലാവർക്കും ഓരോരോ ക്യാൻഡിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പംകിൻ കച്ചാൻ പോണേ കട്ട് ചെയ്തിട്ട് because it's Halloween. അത് ബാക്ക് കട്ട് ചെയ്യുക. ഇതാണ് ബാക്ക്. വലിയ പംകിനാണ്. ഒരു പംകിനാണ്. ഭയങ്കര വെയിറ്റ്. ഭയങ്കര വെയിറ്റ്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. വിക്കിൻ്റെ സ്കൂളിൽ ഓൺലൈനായിട്ട് തന്നെ ആയിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിന്ന് ശനിയാഴ്ച ഇത് പംകിനൊന്ന് മുറിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ്. കുറച്ച് നേരത്തെയൊക്കെ വെക്കണമായിരുന്നു, പക്ഷേ പംകിൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെള്ളിയാഴ്ചയാണ് കിട്ടിയത്. അപ്പം വെള്ളിയാഴ്ച പിന്നെ തിരക്കായിരുന്നു. അങ്ങനെ ശനിയാഴ്ച രാവിലെ എല്ലാം റെഡിയാക്കാം, വൈകുന്നേരത്തേക്ക് എല്ലാം റെഡിയാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്ന് വെച്ചാൽ ആ ഒരു ജാക്കലൻറ്റൻ ഷേപ്പ് ഉണ്ടല്ലോ, കണ്ണും മൂക്കും വായൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും വിക്കിയും കൂടെ. അപ്പോൾ ഈ ഹാലോവീൻ്റെ കഥ എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഇവിടെയല്ല, അമേരിക്കയിലല്ല. ശരിക്കും പറയുകയാണെങ്കിൽ അയർലൻഡ് അല്ലെങ്കിൽ UK ആ ഒരു ഭാഗത്തൊക്കെ, ഫ്രാൻസ് ആ ഒരു ഏരിയയിലൊക്കെ ആയിരുന്നു അത്ര ഈ ഒരു ഹാലോവീൻ്റെ തുടക്കം ഉണ്ടായിരുന്നത്. അവിടെ ഈ ഒരു ഒക്ടോബർ 31 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു തണുപ്പൊക്കെ തുടങ്ങാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല ഈ കൃഷി സംഭവങ്ങളൊക്കെ തീരുന്ന ഒരു ദിവസമാണ് ഒക്ടോബർ 31 എന്ന് പറയുന്നത്. നവംബർ 1 മുതൽ നല്ല തണുപ്പ് തുടങ്ങും ഇവിടെ. അപ്പം അതുകൊണ്ട് ഈ ഒരു ഒക്ടോബർ 31 വിളവെടുപ്പിൻ്റെ ആ ഒരു കാലം തീരുന്ന ഒരു ദിവസം ആയതുകൊണ്ട് അങ്ങനെ ഒരു ആഘോഷമായിട്ട് അവർ ആഘോഷിക്കാറുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം അവരുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് ഈ പ്രേതാത്മാക്കളൊക്കെ എണീറ്റ് നടക്കുമെന്ന്. അപ്പം ഈ മക്കൾക്ക് ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു അത്ര ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ 31-ാം തീയതി അവരെ ഉപദ്രവിച്ചവരെയൊക്കെ ഇവർക്ക് തിരിച്ച് ഉപദ്രവിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഈ മനുഷ്യരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ആത്മാക്കൾ വരുമെന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവരിങ്ങനെ വേഷം മാറിയിട്ട് ഇതുപോലെ വേറെ അവർക്ക് ഇഷ്ടമുള്ള വേഷത്തിലൊക്കെ നടക്കും. അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ എല്ലാവരും വേഷമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതുണ്ടല്ലോ പംകിൻ വെക്കുന്നതെന്ന് പറയുന്നതും പ്രേതത്തിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ ഓരോരോ കഥകളുണ്ട്, പല പല കഥകളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പുറകിലുള്ളത് തന്നെ. പക്ഷെ നല്ല രസമുണ്ട് അതൊക്കെ ഇങ്ങനെ കേൾക്കാൻ. അത് കൂടുതലൊക്കെ നമ്മൾക്ക് അറിയാൻ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇതിപ്പം ഞാനിങ്ങനെ ഇവിടെ വന്നപ്പം മുതലുള്ള ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ള ചെറിയ അറിവുകളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ പംകിൻ്റെ ഈ ഒരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ജാക്ക് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ അയാളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അയാളിങ്ങനെ പ്രേതങ്ങളെയൊക്കെ ഓടിക്കുന്ന ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു പണിയായിരുന്നു അവർക്ക്. അപ്പോൾ അവർ മരിച്ചതിന് ശേഷം അവരെ സ്വർഗത്തിലും എടുത്തില്ല, നരകത്തിലും എടുത്തില്ല. പിന്നെ അവിടെയുള്ള ഡെവിൽസൊക്കെ ഉണ്ടല്ലോ, ഇയാളെ അങ്ങ് ഓടിച്ചു, എങ്ങോട്ടും കയറരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓടിക്കുന്ന സമയത്ത് അവർ ഈ കത്തി ജ്വലിക്കുന്ന ഒരു കൽക്കരി ഇയാളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇയാൾക്കത് എവിടെയെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പംകിൻ പോലത്തെ ഒരു ഫ്രൂട്ട് കണ്ടിട്ട് അതിനകത്ത് ഓട്ടയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എന്താ പറയുന്നത്, നമ്മളെന്ന് പറയുമ്പം ഇവിടെ ഉള്ളവർ. പിന്നെ പംകിനാണ് ഇപ്പം കൂടുതലായിട്ട് കിട്ടുക ഈ മാസത്തിൽ. അപ്പം പംകിനിൽ ഇതുപോലെ എന്താ പറയുന്നത് ഇങ്ങനെ ഷേപ്പൊക്കെ കൊടുത്ത് ഓട്ടയൊക്കെ കൊടുത്തിട്ട് അതിനുള്ളിൽ കൽക്കരി ആയിരുന്നു പണ്ട് വയ്ക്കുക. പിന്നെ മെഴുകുതിരി വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ ഇപ്പം LED ലൈറ്റൊക്കെ വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് പംകിൻ്റെ കഥയും. അപ്പം ഇതിന് നമ്മൾ ജാക്കോലെൻറ്റൻ എന്ന് പറയും. ഇങ്ങനെ ഈ പംകിനെ ഈ ഷേപ്പ് ചെയ്തിട്ട് ഈ കാർവ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വെക്കത്തില്ലേ, കണ്ണും മൂക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിനെ അങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ പ്രേതങ്ങളോ അങ്ങനെ ആരും വരില്ലെന്നാണ് പറയാറുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് എനിക്കറിയുന്നത്.
അപ്പം അത് പംകിൻ്റെയൊക്കെ ആ കണ്ണും മൂക്കും വായൊക്കെ മൂക്ക് ഉണ്ടാക്കിയില്ല കേട്ടോ, കണ്ണും വായയും മാത്രം മുറിച്ചെടുത്തുള്ളൂ. അപ്പം ഈസി ആയിരുന്നു ശരിക്കും പറയുവാണെങ്കിൽ, നമ്മൾക്ക് അത്ര പാടൊന്നുമില്ല. എനിക്ക് എന്തായാലും ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ്. ഞാൻ ഇത്രയൊന്നും കഷ്ടം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത്ര എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചില്ല. അപ്പം എന്തായാലും ഇപ്പോൾ ഒരു പ്രാക്ടീസായി. അപ്പം പിന്നെ കഴിഞ്ഞ വർഷമൊന്നും പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പംകിൻ വിക്കി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെ സൂക്ഷിച്ചിട്ട് ചുമ്മാ വീട്ടിനകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. ഇനിയിപ്പോൾ എന്താ താഴെ പോയിട്ട് ഞാൻ കുറച്ച് ഇലകളൊക്കെ പെറുക്കിക്കൊണ്ട് വന്നിട്ട് ഞാനിവിടെ ഒന്ന് ഇട്ടിട്ട് ഒരു പ്രേതാലയം ലുക്ക് വരുത്തുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു, പിന്നെ ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം ഡെക്കറേഷനൊക്കെ ലൈറ്റ്സും കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് രാത്രി കാണാനാണ് കുറച്ചുകൂടെ ഭംഗി. അപ്പം രാത്രി ആവുമ്പം ബാക്കി ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണിക്കാം. ഇനിയിപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം പുറത്ത് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇവർക്കൊരു ചർച്ചിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഇവരൊരു പാർട്ടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഹാലോവിൻ പാർട്ടി. എല്ലാവരും ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഓരോരോ രീതിയിൽ. പിന്നെ അവിടെ തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ചിലന്തി വല പോലെയൊക്കെ തൂവും അവിടെയൊക്കെ. പക്ഷെ നേരെ എടുക്കാൻ പറ്റില്ല. ബഹളമാണ്, ഒന്നും കേൾക്കുമെന്നറിയില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ട് ഹാലോവീൻ്റെ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കേൾക്കുന്നു. ഇവിടെ ഭയങ്കര ബഹളവും. അപ്പം ഇനിയിപ്പം എല്ലാ വീടുകളിലൊക്കെ കഴിഞ്ഞ വർഷത്തെ അത്രയൊന്നും ഡെക്കറേഷൻസ് ഒന്നും കാണാനില്ല കേട്ടോ. ഇത്തവണ കോവിഡ് ആയതുകൊണ്ടായിരിക്കാം. അപ്പം 1-2 അവിടെയൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അത് ഈ ഒരു വീട് കാണുന്നുണ്ടോ ഫ്രണ്ടിലെ, ആ ഒരു വീട്ടിൽ ശരിക്കും ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഡെക്കറേഷനായിരുന്നു. അപ്പം ഞങ്ങൾ ട്രിക്ക് ഓർ ട്രീറ്റിന് വന്നതാണെന്ന് പറഞ്ഞിട്ട് അവർ ചോക്ലേറ്റൊക്കെ തന്നു ശരിക്കും. ഇവിടെ ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാ വീടുകളിലും ഒക്കെ പോവേ. പണ്ട് മീൻസ് കോവിഡിന് മുൻപാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും പോയിട്ട് തട്ടും. അപ്പം ചിലരൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കും, നമ്മുടെ അവിടെ ക്യാൻഡീസ് കൊടുക്കണില്ല, ഹാലോവിൻ ക്യാൻഡി ഇല്ലെന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കും. ഇല്ലാത്തവിടെ മുഴുവൻ എല്ലാവിടെയും കയറിയിട്ട് കുട്ടികളാണെങ്കിലും വലിയവരും ഒരുമിച്ച് എല്ലാവരും പോവും. അങ്ങനെ കുട്ടികളെന്നൊന്നുമില്ല, വേഷം ഇട്ട എല്ലാവരും പോയിട്ട് ക്യാൻഡീസൊക്കെ വാങ്ങിയിട്ട് വരും. അതൊരു രസമായിരുന്നു. അത് നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് പേര് ഇങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ ഇതുപോലെ ക്യാൻഡീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞു ബക്കറ്റൊക്കെ പിടിച്ചിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ പോകും. നമ്മളിപ്പം ചുമ്മാ പോകുന്നതാണ്, അല്ലാതെ ഇങ്ങനെ ട്രിക്ക് ഓർ ട്രീറ്റിന് വേണ്ടി പോകുന്നതല്ലേ. അപ്പം ഡെക്കറേഷനൊക്കെ ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. പക്ഷെ അധികം വീടുകളിലൊന്നും ഇല്ല. പണ്ടൊക്കെ ഇതുപോലെ വേഷം മാറി പോയിട്ട് ഇങ്ങനെ പൈസയൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോഴാണല്ലോ ട്രിക്കും ട്രീറ്റും ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പക്ഷേ ശരിക്കും പറയുവാണെങ്കിൽ ട്രീറ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ലാതെ ട്രിക്കെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഇവർ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ പൈസയോ അല്ലെങ്കിൽ ഇതുപോലെ ഫുഡോ കൊടുത്തില്ലെന്ന് വെച്ചാൽ. പണ്ട് ഫുഡായിരുന്നേ, ചോക്ലേറ്റിന് പകരം ഇവർ പോയിട്ട് ഫുഡ് ചോദിക്കും, ഇല്ലെങ്കിൽ പൈസ ചോദിക്കും. ഇത് രണ്ടും കിട്ടിയില്ലെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലുമൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് വരും. അങ്ങനെയായിരുന്നു നേരത്തെയൊക്കെ. ഭയങ്കര ഒരു ഡേഞ്ചറായിട്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അത് ഇങ്ങനെ മാറിയിട്ട് ഇപ്പം ക്യാൻഡി ആക്കിയത്. എല്ലാവരും മിഠായി ആക്കിയത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഹാലോവിൻ ആയിക്കഴിഞ്ഞാൽ തന്നെ ഒത്തിരി തരത്തിലുള്ള ഈ ചോക്ലേറ്റുകളൊക്കെ വരും. അതെല്ലാവരും വാങ്ങി വയ്ക്കും. ഇപ്പം നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കോവിഡ് ആയതുകൊണ്ട് തന്നെ ആരൊക്കെയാണോ കൊടുക്കുന്നത് അവർ ജസ്റ്റ് ഒരു ഫ്ലാഗ് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ഈ പോകുന്നവർക്ക് അറിയാമല്ലോ, ആ ഒരു വീട്ടിൽ മാത്രം കയറിയാൽ മതിയല്ലോ. ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ഇത്തവണത്തെ ഹാലോവീൻ ആഘോഷങ്ങൾ. ഇവിടെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവിടെയും നടന്ന് എല്ലാം ഒക്കെ കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൻ്റെ ആ പരിസരത്തുള്ള അവിടെ മാത്രമേ പോയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നടന്നിട്ട് തന്നെ ചുമ്മാ അങ്ങ് പോയിട്ട് തിരിച്ച് വന്നു. തിരിച്ച് വരുമ്പോഴത്തേക്കും എന്താ അവിടെ ചേർച്ചിൻ്റെ അവിടത്തേക്ക് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തീർന്നു പോയി. ഞാനോർത്തു തിരിച്ച് വരുമ്പോൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു, ക്ലിയർ ആയിട്ടുള്ള വീഡിയോ. അപ്പോഴത്തെ വീട്ടിൽ വന്ന് കുറച്ച് ഇരുട്ടായി. അപ്പോൾ നമ്മൾ മെഴുകുതിരി ഈ ഒരു മത്തങ്ങയുടെ ഉള്ളിൽ വെക്കുകയാണ്. ഇത് കുറച്ചുകൂടി ഇരുട്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ആ ഒരു മത്തങ്ങ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പോലെ തോന്നും നമുക്ക്. പിന്നെ അത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്, ഇങ്ങനെ പുറത്തൊന്നും അധികം നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ വിക്കിക്ക് സൂപ്പർമാൻ്റെ ഡ്രസ്സ് ഇപ്പോഴാണ് പിന്നെ രണ്ടാമത് ഇട്ട് കൊടുത്തത്. പുറത്ത് പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചപ്പം അവന് വേണ്ടെന്ന് പറഞ്ഞ്. അപ്പം അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ഇട്ടിട്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനും അവനിങ്ങനെ വെറുതെ ഇങ്ങനെ കളിക്കുകയായിരുന്നു കുറച്ച്. സൂപ്പർമാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ അവൻ പറക്കണ പോലെയും അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. ഇപ്പോൾ കണ്ടോ, നല്ല ഇരുട്ടായപ്പോഴത്തേക്കും ആ ഒരു മത്തങ്ങയിൽ ഇങ്ങനെ ശരിക്കും നല്ല രസമുണ്ട്, ഇങ്ങനെ തിളങ്ങുന്ന പോലെ. ഹാപ്പി ഹാലോവീൻ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ഹാലോവീൻ ആഘോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിവിടെ എന്താണോ ചെയ്തത് അത് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്തതേ ഉള്ളൂ. വലുതായിട്ട് വലിയ ആഘോഷങ്ങളോ അങ്ങനെയൊന്നുമില്ലേ. പിന്നെ രാവിലെ മുതൽ ഇപ്പോൾ ഹാലോവീൻ ആയിട്ട് അങ്ങനെ വലിയ സ്പെഷ്യലായിട്ടുള്ള അങ്ങനെ ഭക്ഷണങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാറൊന്നും ഇല്ല. എന്ത് വേണമെങ്കിൽ ഈ ആപ്പിൾ വെച്ചിട്ടും പംകിൻ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത്. അതൊന്നും പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കത്തില്ല. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാതിരുന്നത്. അപ്പം ഇതൊക്കെയാണ് ചെറിയൊരു വീഡിയോ. ഹാലോവീൻ ആഘോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.